ഹലോ, അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ചെന്നൈ ഡയറീസിൻ്റെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. 7ന്റെ പണിയായിട്ടാണ് രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. കാരണം ബാഗിൽ പേസ്റ്റ് എടുക്കാൻ മറന്നുപോയി. എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ പേസ്റ്റ് എടുത്ത് പല്ലൊക്കെ തേച്ച് വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ സ്റ്റേഷനിൽ ഇറങ്ങാണേ. സോ വെൽക്കം ബാക്ക് ടു ചെന്നൈ ഡയറീസ്. ഇറ്റ്സ് മീ ഗ്രീഷ്മ. ഏകദേശം 4 മണി ആയതുകൊണ്ട് പിന്നെ റൂമൊന്നും എടുത്തില്ല കേട്ടോ. അവിടുത്തെ തന്നെ പ്രീപെയ്ഡ് AC വെയിറ്റിംഗ് റൂം തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ എടുത്തത്. അവിടെ പോയി നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. നല്ല ടിവിയും ഫെസിലിറ്റിയും AC ഒക്കെ ഉള്ള അടിപൊളി റൂം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫ്രഷപ്പ് ആയി ഈ ലുക്കിലാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. പിന്നെ ഒരു അടിപൊളി ചായയും കുടിച്ച് കുറച്ച് നേരം അവിടെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് നേരെ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടർന്നു. നമ്മുടെ പഴയ മദ്രാസ് ആയിട്ടുള്ള ചെന്നൈയെ പറ്റി കൂടുതലൊന്നും അറിയാത്ത 3 പേരാണ് കേട്ടോ ഈ യാത്ര വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ യാത്രകളിലാണല്ലോ ഓരോന്ന് പഠിക്കുക. ഇവിടുത്തെ ബസ്സുകളുടെ ഒരു പ്രത്യേകത, ഓരോ ഏരിയയിലേക്കും ഓരോ നമ്പർ ആയിരിക്കും കേട്ടോ ബസ്സുകൾ. പൂനമലയിൽ ഇറങ്ങി പിന്നെ ഊബറിലായിരുന്നു കേട്ടോ യാത്ര. അങ്ങനെ നമ്മൾ നമ്മളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിൽ എത്താറായി നല്ല എത്തിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ 7ന്റെ പണിയായിട്ട് നമ്മൾ ബിഗ് ബോസിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ലാലേട്ടന്റെ കൂടെ ഒരു ഡേ ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ എത്തി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഉച്ചത്തേക്കുള്ള ലഞ്ചും അതുപോലെ ഈവനിങ് ടീയും ഒക്കെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇതുപോലെ രജിസ്ട്രേഷനും നമ്മുടെ ഫോട്ടോ എടുക്കലും തുടങ്ങിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രത്തോളം പേരും ഈ ഒരു പ്രോഗ്രാം കാണാൻ വന്നതായിരുന്നു. ഈ പശുക്കളും അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവരുടെ ഇൻവിറ്റേഷൻ കിട്ടിയ ഓഡിയൻസ് ആണെന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒരു ബാൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അരുൺ അരവിന്ദ്. ഇവർ വഴിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ എൻക്വയറി നടത്തി അവിടെ എത്തുന്നവർ ഇവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിഗ് ബോസ് എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി മാറി ആ ഡ്രീമും സക്സസ് ആയി. ഏകദേശം 7 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇനി ഡിന്നറൊക്കെ കഴിച്ചൊരു ചെന്നൈ സ്റ്റേ. അപ്പൊ വീണ്ടും ചെന്നൈ ഡയറീസ് ആയിട്ട് നാളെ കാണുന്നവർ ബൈ. ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.